മലയാള സിനിമാ രംഗത്ത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകൾക്ക് ബദലായി പുതിയൊരു സംഘടനയുമായി പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകർ. സംവിധായകരായ ലിജോ ജോസ് പെല്ലിശ്ശേരി, ആഷിഖ് അബു, അഞ്ജലി മേനോൻ, രാജീവ് രവി, അഭിനേത്രിയായ റീമ കല്ലിങ്കൽ, ചലച്ചിത്ര പ്രവർത്തകനായ ബിനീഷ് ചന്ദ്ര എന്നിവരാണ് നേതൃനിരയിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ സംയുക്ത പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്നായിരിക്കും സംഘടനയുടെ പേര്. തൊഴിലാളികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് പുതിയ സംഘടന എന്ന ആശയത്തിലേക്ക് കടക്കുന്നതെന്നും ഇതിലൂടെ പുത്തൻ സിനിമാ സംസ്കാരം രൂപീകരിക്കുമെന്നുമാണ് ഇവരുടെ വാഗ്ദാനം. സമത്വം, സഹകരണം, സാമൂഹിക നീതി എന്നീ മൂല്യങ്ങളെ വേരൂന്നി പ്രവർത്തിക്കും. പിന്നണി പ്രവർത്തകർ എന്ന നിലയിൽ മുന്നോട്ട് ഇറങ്ങുമെന്നും ഇവർ പറയുന്നുണ്ട്. ഇക്കാലത്തെ മറ്റു വ്യവസായ മേഖലകളുമായി തുലനം ചെയ്യുമ്പോൾ സിനിമാ മേഖല പിന്നിലാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആധുനിക സംവിധാനങ്ങളും നിയമ ചട്ടക്കൂടുകളും കൂട്ടുത്തരവാദിത്വവും ഉൾക്കൊണ്ട് മലയാള ചലച്ചിത്ര വ്യവസായത്തെ വർത്തമാന കാലത്തിലേക്ക് കൊണ്ടുവരേണ്ട സമയമാണിതെന്നും പ്രസ്താവനയിലൂടെ അവർ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ സിനിമയിലെ സാങ്കേതിക വിദഗ്ധരുടെ കൂട്ടായ്മയായ ഫെഫ്കയിൽ നിന്നും സംവിധായകൻ ആഷിഖ് അബു രാജിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഫെഫ്ക നേതൃത്വത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു ആഷിഖ് അബു സംഘടന വിട്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സംഘടനയുടെ നിലപാടിനെ ഉൾപ്പെടെ അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു. ഫെഫ്ക പ്രസിഡന്റ് സിബി മലയിലിനെതിരെ ഗുരുതര ആരോപണവും ആഷിഖ് അബു ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടിയായി ഫെഫ്ക രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ സംഭവ വികാസങ്ങൾക്ക് ഒടുവിലാണ് മുൻനിര പ്രവർത്തകർ ഉൾപ്പെടെ ചേർന്ന് പുതിയ സംഘടന എന്ന ആശയം അവതരിപ്പിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിൽ ഉയർന്നു വന്ന വലിയ പൊട്ടിത്തെറിയുടെ ഭാഗം കൂടിയാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തൽ. നേരത്തെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ കൂട്ടരാജി പ്രഖ്യാപനം വന്നിരുന്നു. സംഘടനയുടെ തലപ്പത്ത് ഇരിക്കുന്നവർക്ക് എതിരായ ലൈംഗിക പീഡന പരാതിക്ക് പിന്നാലെയാണ് മോഹൻലാൽ ഉൾപ്പെടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നാകെ രാജി പ്രഖ്യാപിച്ചത്. പല മുതിർന്ന നടന്മാർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. മുകേഷ്, ജയസൂര്യ, ബാബുരാജ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, സംവിധായകന്മാരായ രഞ്ജിത്ത്, വി കെ പ്രശാന്ത് എന്നിവർക്കെതിരെയും വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തിരുന്നു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികൾ പുറത്തുവന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി WCC രംഗത്തെത്തിയിരുന്നു. ലൈംഗിക ചൂഷണത്തിന് ഇരയായ നടി ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ വെളിപ്പെടുത്തിയ വിവരങ്ങൾ ടെലിവിഷൻ ചാനലിൽ വാർത്തയായതിന് എതിരെയാണ് WCCയുടെ കുറിപ്പ്. കോടതി ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത് എന്നാണ് മുഖ്യമന്ത്രിക്കുള്ള തുറന്ന കത്തിൽ പറയുന്നത്. പീഡിപ്പിക്കപ്പെട്ടവരുടെ സ്വകാര്യത മാനിച്ച് പുറത്തുവിടരുതെന്ന് ഹേമ കമ്മിറ്റിയും സർക്കാരും കോടതിയും തീരുമാനിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത് സംശയാസ്പദമാണ്. പുറത്തുവിടുന്ന വിവരങ്ങൾ മൊഴി കൊടുത്തവർ ആരാണെന്ന് പുറം ലോകത്തിന് തിരിച്ചറിയാൻ പാകത്തിലാണ്. സ്വകാര്യതയ്ക്കെതിരായ ഈ കടന്നാക്രമണം അന്യായമാണെന്നും ഇതിനെതിരെ നടപടിയെടുക്കണം എന്നുമാണ് WCC മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.